പ്രണാമോ ആചാര്യജി. ആ ഞാനൊരു ഹോസ്പിറ്റലിൽ പ്രാക്ടീസിംഗ് ഡോക്ടറാണ്. ആചാര്യജി, ചെറിയ പെൺകുട്ടികളിൽ, അതായത് 8-9 വയസ്സുള്ള പെൺകുട്ടികളിൽ പ്യൂബർട്ടി വളരെ പെട്ടെന്ന് സംഭവിക്കുന്നുണ്ട്. ഇത് കാരണം അവരുടെ മന്ത്ലി പീരീഡ്സും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ആ കുഞ്ഞുങ്ങൾ അത്രയും ചെറിയ കുട്ടികളാണ് ആചാര്യജി. അതായത് അവർക്ക് സ്വയം നന്നായി വസ്ത്രം എടുക്കാൻ പോലും അറിയില്ല. അപ്പോൾ അവർ എല്ലാ മാസവും പാഡ്സ് എങ്ങനെ ഉപയോഗിക്കും? പിന്നെ കുറച്ച് കുട്ടികൾ ഇത് കാരണം സ്കൂൾ മിസ് ചെയ്യും. പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിൽ പെൺകുട്ടികൾ സ്കൂളുകളിൽ നിന്ന് ഡ്രോപ്പ് ഔട്ട് ആവുന്നു. കാരണം എല്ലാ സ്കൂളുകളിലും ലേഡി ടീച്ചേഴ്സും അവൈലബിൾ അല്ല. അടുത്ത കാലത്ത് TV ആഡ്സിൽ 3ാം ക്ലാസ്സിലെ പെൺകുട്ടികൾ ഡാൻസ് ചെയ്യുന്നതായി കാണിച്ചിരുന്നു, പീരീഡ്സ് ഉണ്ടായാൽ അവർ ഹെൽത്തി ആണെന്ന് കാണിച്ചുകൊണ്ട്. ഇതിന്റെ പല കാരണങ്ങളുടെ പുറത്തും ഡിസ്കഷനുകൾ നടന്നിരുന്നു. അതിലെ ചില കാരണങ്ങൾ ഇതൊക്കെയായിരുന്നു: കുട്ടികളിൽ കൂടുന്ന സ്ക്രീൻ ടൈം, കുട്ടികളിലെ വർദ്ധിക്കുന്ന ശരീരബോധം, പിന്നെ കുട്ടികളിൽ കൂടുന്ന നമ്മൾ യൂസ് ചെയ്യുന്ന മേക്കപ്പ് പ്രോഡക്ട്സിൽ അടങ്ങിയിരിക്കുന്ന കെമിക്കൽസ്, അതും പ്യൂബർട്ടിക്ക് ഒരു കാരണമാണ്. പിന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എന്താന്ന് വെച്ചാൽ ആചാര്യജി, നമ്മൾ എത്ര ഭയാനകമായ കാര്യമാണ് നമ്മുടെ പെൺകുട്ടികളോട് ചെയ്യുന്നത്. താങ്കൾക്ക് ഇതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? നോക്കൂ, അതായത് പ്രകൃതിയുടെ ചില കളികൾ നടക്കുന്നുണ്ട്. അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഈ കളികളൊക്കെ നടന്നുകൊണ്ടിരിക്കട്ടെ എന്നാണ്. ഈ കളി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കട്ടെ എന്ന്. ബേസിക്കായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. നിങ്ങൾ സ്വയം എത്തരത്തിലുള്ള ചുറ്റുപാടുകളാണ് ഉണ്ടാക്കുന്നത്? എവല്യൂഷണറി തിയറി പറയുന്നത് നിങ്ങളുടെ ശരീരവും അത്തരത്തിലാകുവാൻ തുടങ്ങുമെന്നാണ്. ഇത് പരിണാമമാണ്, എവല്യൂഷണറി തിയറി. നിങ്ങൾ സ്വയം ചുറ്റുപാടുകൾ സൃഷ്ടിക്കുമ്പോൾ നിങ്ങളുടെ ശരീരവും അതിനനുസരിച്ച് രൂപപ്പെടും. ഉദാഹരണത്തിനായി, ഇപ്പോൾ വൃക്ഷങ്ങളിലെ ഇലകൾ കുറച്ച് മുകളിലായാണ് കാണപ്പെടുന്നതെങ്കിൽ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഇവിടെയുള്ള കുതിരകളുണ്ടല്ലോ, അല്ലെങ്കിൽ അതിനോട് സാമ്യമുള്ള ഏതെങ്കിലും വർഗങ്ങളാണെന്ന് വിചാരിക്കുക. അവയുടെ കഴുത്ത് സ്വയം നീളമുള്ളതാകുവാൻ തുടങ്ങുന്നതാണ്. അങ്ങനെ ഒരു ദിവസം നിങ്ങൾ പറയും അത് ജിറാഫാണെന്ന്. ജിറാഫിൻ്റെ കഴുത്തും ഇതുപോലെ തന്നെയാണ് നീളമുള്ളതായത്. ജിറാഫിൻ്റെ കഴുത്ത് നീളമുള്ളതാകുവാൻ അനേകം ലക്ഷം വർഷങ്ങളെടുത്തു. അല്ലാതെ 1, 2, 3 ദിവസം കൊണ്ടുണ്ടായതല്ല. എന്നെക്കാളും നന്നായി നിങ്ങൾക്കറിയാമായിരിക്കും, ശരിയല്ലേ? അതെ. ഇപ്പോഴുള്ള ഈ പറഞ്ഞതുപോലെ തന്നെയുള്ള കുതിര, കോവർ കഴുത, അതുപോലെ തന്നെ സീബ്ര, അതുപോലെ തന്നെ ആയിരിക്കും ഈ ജിറാഫും ഒരിക്കൽ. പിന്നെയാണ് ഈ വ്യത്യാസം വന്നത്. കാരണം ചുറ്റുപാട് അങ്ങനെയായി, പരിസ്ഥിതി അങ്ങനെയായി, ഇക്കോസിസ്റ്റം അങ്ങനെയായി. താഴെയുള്ള ഇലകൾക്ക് വേണ്ടിയുള്ള മത്സരം വർദ്ധിച്ചു, അല്ലെങ്കിൽ താഴെ ഇലകൾ വളരാതെ തന്നെയായി. അപ്പോൾ സാവധാനം അവരുടെ കഴുത്തും വളരുവാൻ തുടങ്ങി. അവർ ഇന്ന് കാണുന്ന ജിറാഫുകളായി. പ്രകൃതിയുടെ ആവശ്യവും ഇതുതന്നെയാണ്. ഈ കളി തുടർന്നുകൊണ്ടിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങളുടെ കഴുത്തിന് നീളം വയ്ക്കണമെങ്കിൽ അത് നീളം വയ്ക്കുക തന്നെ ചെയ്യും. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾ ഈ കാണുന്ന വൈവിധ്യം ഉണ്ടല്ലോ, വിവിധ തരത്തിലുള്ള പക്ഷികളും മൃഗങ്ങളും, ഈ വൈവിധ്യം മുഴുവനും റെസ്പോൺസുകളാണ്. ഇക്കോളജിക്കൽ കണ്ടീഷൻസിനോടുള്ള, എൻവയോൺമെൻ്റൽ കണ്ടീഷൻസിനോടുള്ള ചുറ്റുപാടുകൾ എങ്ങനെയാണോ അതിനനുസരിച്ച് ശരീരം റെസ്പോണ്ട് ചെയ്യുവാൻ ആരംഭിക്കുന്നു. ഇപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ വൃക്ഷങ്ങൾ കുറച്ച് ഉയരമുള്ളതായിരിക്കും. അതിനെന്തെങ്കിലും കാരണങ്ങളുണ്ടാകും ഈ വൃക്ഷങ്ങൾ ഇത്ര ഉയരമുള്ളതാകുവാൻ. അതായത് താഴെ വളരുന്ന ഡെൻസായ കനോപ്പി ഉണ്ടെങ്കിൽ താഴെയുള്ള വൃക്ഷത്തിന് സൂര്യപ്രകാശം ലഭിക്കുന്നത് കുറയും. അപ്പോൾ സൂര്യപ്രകാശം ലഭിക്കുന്നതിനായി വൃക്ഷം കൂടുതൽ വേഗം മുകളിലേക്ക് വളരും. വൃക്ഷം ഉയരം വയ്ക്കും. വെറുതെ ഉയരം വയ്ക്കുന്നതല്ല, അതിനൊരു കാരണമുണ്ട്. പ്രകൃതി ശരിക്കും ഇത് ചെയ്തുകൊണ്ടിരിക്കും. എന്നാൽ ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ട് ജീവജാലങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നുവെന്ന് പ്രകൃതി ഒരു തരി പോലും ഗൗനിക്കുന്നില്ല. പ്രകൃതി ഇത്ര മാത്രമാണ് പറയുന്നത്, അതായത് ജീവൻ മുന്നോട്ട് പോകണം, ജീവന്റെ പരിണാമം സംഭവിച്ചു കൊണ്ടിരിക്കണം. ജീവന് ഇതുകൊണ്ട് ലിബറേഷൻ സംഭവിക്കുന്നുണ്ടോ ഇല്ലയോ, ജീവന് അതിൽ നിന്നും ജ്ഞാനവും ബോധവും ലഭിക്കുന്നുണ്ടോ ഇല്ലയോ, ജീവജാലങ്ങൾ എങ്ങനെയാണോ ജീവിക്കുന്നത് അതിൽ അവയ്ക്ക് ഡിഗ്നിറ്റി ലഭിക്കുന്നുണ്ടോ ഇല്ലയോ, ഇതിലൊന്നും ഒരു കാര്യവുമില്ല. ഇപ്പോൾ ആമയുടെ കാര്യം എന്താണ്? ആമയുടെ പകുതിയിലേറെ ഭാരവും, അതായത് അതിൻ്റെ ഭാരത്തിൻ്റെ 2/3 ഭാഗവും അതിൻ്റെ ഷെല്ലുണ്ടാവില്ലേ, അതായത് അതിൻ്റെ പുറന്തോടിലാണുള്ളത്. അതിൻ്റെ ഫലം എന്താണെന്ന് വെച്ചാൽ ആമ വളരെ പതുക്കെയാണ് പോകുന്നത്. ആമയെ ഒരു വിചിത്ര ജീവിയായി തോന്നുന്നു. പക്ഷേ ആമ
ഈ ഭൂമിയിലുള്ള ജീവികളിൽ വെച്ച് ഏറ്റവും മുൻപുണ്ടായ ഒരു ജീവിയാണ്. ഈ ആമയ്ക്ക് ആ പുറന്തോടില്ലായിരുന്നുവെങ്കിലോ? ആമയുടെ ബാക്കി ശരീരഭാഗങ്ങൾ കുറച്ച് സോഫ്റ്റാണ്, നിങ്ങൾക്കറിയാം. അപ്പോൾ അതിൻ്റെ പ്രെഡേറ്റേഴ്സ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ആളുകൾ അതിനെ ഉപദ്രവിക്കുകയാണെങ്കിലോ, അതിനെ പിടിക്കുന്നവർ, അപ്പോൾ പ്രകൃതി പതുക്കെ പതുക്കെ അതിനൊരു ആവരണം നൽകി. ആ കവചം ഇത്രയും നാൾ ആമയെ രക്ഷിച്ചുകൊണ്ടിരുന്നു. പക്ഷേ അത് കാരണം ആമ കുറച്ച് വ്യത്യസ്തമായും കാണപ്പെട്ടു. അതിനെ കാണുന്നത് പോലെ ഇങ്ങനെ പതുക്കെ പതുക്കെ ചലിക്കുന്ന ഒരു ജീവി. ഈ ആമ ഇത്ര വലിയ കാലയളവിൽ ജീവിക്കുമ്പോൾ ഒരു 200 വർഷത്തോളം ആ പ്രായമായ ആമകൾക്ക് നടക്കുവാൻ പോലും സാധിക്കില്ല. അപ്പോൾ ഈ കൂട്ടിലിട്ടിരിക്കുന്ന ആമകൾക്കൊക്കെ നമ്മൾ കൈകൊണ്ട് ഭക്ഷണം കൊടുക്കേണ്ടതായി വരുന്നു. കാരണം അവയ്ക്ക് ചലിക്കുവാൻ കഴിയില്ല, അത്ര ഭാരമാണ് അവയുടെ പുറത്തുള്ളത്. അവ കഷ്ടപ്പെട്ടാണ് മുന്നോട്ട് നീങ്ങുന്നതും. പക്ഷേ പ്രകൃതി ഇത്രയും ചെയ്തു വെച്ചു. പക്ഷേ ഇത് കാരണം ആമയുടെ ലൈഫ് ഡിഗ്നിറ്റിയിൽ നിന്നും പൂർണ്ണമായും വേർപെട്ടിരിക്കുന്നു. അതിൻ്റെ അഭിമാനം നഷ്ടപ്പെട്ടിരിക്കുന്നു. പക്ഷേ പ്രകൃതിക്ക് ഇതൊന്നും ഒരു വിഷയമല്ല. പ്രകൃതിയുടെ ആവശ്യം ഇത് മാത്രമാണ്. അതായത് ഒരു ജന്തു ജീവനോടെ ഇരിക്കണം. ജീവനോടെ ഇരിക്കുക മാത്രമല്ല, പകരം അതിൻ്റെ DNA വ്യാപിപ്പിച്ചുകൊണ്ടേയിരിക്കണം. ജീവിച്ചിരിക്കുന്ന ഈ പ്രക്രിയയിൽ, ആ കാലയളവിൽ അതിൻ്റെ ഡിഗ്നിറ്റി, അതിൻ്റെ അഭിമാനം, അതിൻ്റെ മര്യാദ, അതിൻ്റെ മാന്യത, ഉയരങ്ങളിലേക്ക് കുതിക്കുവാനുള്ള അവസരം, ജ്ഞാനമുണ്ടാക്കുവാനുള്ള സാധ്യത അഥവാ ഇല്ലാതായാൽ, അല്ലെങ്കിൽ കുറവ് സംഭവിച്ചാൽ, അതങ്ങനെ തന്നെ സംഭവിക്കും. പ്രകൃതി നിങ്ങളെ ഇതിനു വേണ്ടി അല്ല ജനിപ്പിച്ചത്. അതായത് നിങ്ങൾക്ക് മുക്തി ലഭിക്കുവാൻ വേണ്ടി. ചെറിയ പെൺകുഞ്ഞുങ്ങളെ പ്രകൃതി ജ്ഞാനം ലഭിക്കുവാൻ വേണ്ടി അല്ല ജനിപ്പിക്കുന്നത്. അവരുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് സാക്ഷാത്കരിക്കാനുമല്ല മനുഷ്യകുലത്തിൽ ഒരു പെൺകുട്ടി ജനിക്കുന്നത്. അവൾ ഇതിനു വേണ്ടി അല്ല ജനിക്കുന്നത്. പ്രകൃതി മാതാവ് അവൾക്ക് മുക്തി ലഭിക്കുവാൻ വേണ്ടി അല്ല അവളെ ജനിപ്പിക്കുന്നത്. പ്രകൃതി മാതാവ് അവളെ ജനിപ്പിക്കുന്നത് അമ്മയാകാൻ വേണ്ടിയാണ്. നീ അമ്മയാകൂ. പീരീഡ്സ് 8-9 വയസ്സിൽ ആരംഭിക്കുകയാണെങ്കിൽ പ്രകൃതിക്ക് ഒരു വിഷയവുമില്ല. വളരെ നല്ല കാര്യമാണ്. അവൾ കുറേ അധികം കുട്ടികൾക്ക് കൂടെ ജന്മം നൽകും. പ്രശ്നമുണ്ടാക്കേണ്ട കാര്യമില്ല. ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഋഷി അഷ്ടവക്രനെ പോലെയുള്ളവർ നമ്മളോട് പറഞ്ഞത്, നമ്മൾ പ്രകൃതിക്ക് അതീതരാകുവാൻ. നിങ്ങൾ പ്രകൃതിയിൽ നിന്ന് കുറച്ച് അകന്ന് നിൽക്കുവെന്ന്. നിങ്ങൾ പ്രകൃതിയല്ല സഹോദര. പ്രകൃതി നിങ്ങളെക്കൊണ്ട് ഇത്രമാത്രമാണ് ചെയ്യിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്. 8 വയസ്സിൽ പീരീഡ് സ്റ്റാർട്ട് ചെയ്താൽ 10 വയസ്സുള്ള ആൺകുട്ടിയുമായി സെക്സ് ചെയ്യും. പ്രഗ്നന്റും ആയേക്കാം, റിസ്കിയുമായിരിക്കാം. ഇതും സംഭവിക്കാം. 10-ാം വയസ്സിൽ നിങ്ങൾക്ക് അമ്മയാകാം. അങ്ങനെയും സംഭവിക്കാം. തീർച്ചയായും ഇതിനു മുൻപ് ചൈൽഡ് മാരേജ് നടക്കുമ്പോൾ ഇങ്ങനെ നടക്കുമായിരുന്നു. 10 വയസ്സുള്ള അമ്മ, 12 വയസ്സുള്ള അമ്മ. അപ്പോൾ പ്രകൃതിക്ക് വളരെ സന്തോഷമായിരുന്നു. ഓരോ പെൺകുട്ടിക്കും 9-10 കുട്ടികൾ ഉണ്ടാകുമായിരുന്നു. അപ്പോൾ നടന്ന ഈ കാര്യം സാമൂഹിക തലത്തിലുമുള്ളതായിരുന്നു. ഇപ്പോൾ നടക്കുന്നത് ശാരീരിക തലത്തിലുള്ളതാണ്. കാരണം നമ്മൾ ഉള്ളിൽ അത് തന്നെയാണ്. നമ്മുടെ ഉള്ളിൽ അത് തന്നെയാണ്. കാര്യം മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? നമ്മൾ ഇതിലും കൂടുതൽ നമ്മൾ കൂടുതൽ ശാരീരികമായ ജീവനായി മാറിയിരിക്കുന്നു. നമ്മളിപ്പോൾ കൂടുതൽ അനിമലിസ്റ്റിക് ആയിരിക്കുന്നു, മൃഗങ്ങളെപ്പോലെ ആയിരിക്കുന്നു. നോക്കൂ, പ്രകൃതി ആഗ്രഹിക്കുന്നതും അതുതന്നെയാണ്. പീരീഡ്സ് മാസത്തിൽ 4 ദിവസത്തേക്ക് മാത്രമാണ്. ആർക്കാണോ ഇവിടെ പ്യൂബർട്ടി പെട്ടെന്ന് സംഭവിച്ചിരിക്കുന്നത്, അവർക്ക് സെക്ഷൽ ഓറിയന്റേഷനും സെക്ഷൽ തോട്ട്സും കൂടെയാണ് പെട്ടെന്ന് സംഭവിച്ചിരിക്കുന്നത്. ആ ആൺകുട്ടി അല്ലെങ്കിൽ ആ പെൺകുട്ടി എന്തു പഠനമാണ് നടത്തുവാൻ പോകുന്നത്? ഏത് ജോലിയാണോ 5 വർഷത്തേക്ക് ശേഷം ചെയ്യേണ്ടി വരുന്നത്? നമുക്ക് നന്നായി അറിയാം, 9-ലും 10-ലും സാധാരണയായി 10-20 വർഷം മുൻപ് വരെ സാധാരണയായി പുബേർട്ടി സംഭവിക്കുമായിരുന്നു. ഇങ്ങനെ സംഭവിക്കുമ്പോൾ പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും പഠനത്തെ അത് ബാധിക്കുമായിരുന്നു. അങ്ങനെ സംഭവിക്കുമായിരുന്നു. സ്പോർട്സിലും ഇത് തന്നെ നടക്കുമായിരുന്നു. തീർത്തും ജൂനിയർ ആയ ഒരു സ്പോർട്സ് താരം സീനിയർ ആകുമ്പോൾ കുറച്ച് ഡിസ്ട്രാക്റ്റഡ് ആകുമായിരുന്നു. കോച്ചസ് വഴക്ക് പറയുമായിരുന്നു. പക്ഷേ പിന്നെ ഏതെങ്കിലും വഴി അവരെ ഗെയിമിലേക്ക് തിരിച്ചു കൊണ്ടുവരും. അക്കാഡമിക്സിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ഡിസ്ട്രാക്ഷൻ ഉണ്ടാകുന്നു. നിങ്ങളുടെ 11, 12, 13 വയസ്സിൽ സംഭവിച്ചിരുന്ന ആ ഡിസ്ട്രാക്ഷൻ ഇപ്പോൾ 8 വയസ്സ് പ്രായത്തിൽ സംഭവിക്കുന്നു. പുതുമോടിയിൽ തന്നെ ആരോ നവവധുവിനെ കൊന്നതുപോലെ. അപ്പോൾ നിങ്ങൾക്ക് ജ്ഞാനത്തിൻ്റെ, ബോധത്തിൻ്റെ, അതുപോലെ ഉയരത്തിൽ പറക്കുവാനുള്ള ആഗ്രഹങ്ങളെല്ലാം പിന്നെയും കുറയും. മനസ്സിലെപ്പോഴും ഇത് തന്നെ ആയിരിക്കാം. സെക്സ്, റിലേഷൻഷിപ്പ്, പീരീഡ്സ്, ഇത് തന്നെ നടക്കും. പിന്നെ നമുക്കിതൊക്കെ നന്നായിട്ടറിയാം. ഈ 6-ാം ക്ലാസ്സിൽ തന്നെ ബോയ് ഫ്രണ്ട്സ് ഉണ്ടാക്കുന്നു. 8-ലത് ബ്രേക്കപ്പ് ആകുന്നു. അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു.
8ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ബ്രേക്കപ്പ് ആകുന്നത്, അവർ പാച്ചപ്പ് ആകുന്നത്, ഇവൻ ഇങ്ങനെ ചെയ്യുന്നു, അവൻ അങ്ങനെ ചെയ്യുന്നു, ഇതൊക്കെ വലിയ പ്രശ്നങ്ങളാണ്. ഇത് നമ്മുടെ വരുന്ന തലമുറയാണ്, അല്ലെങ്കിൽ ഇനി വരുന്ന തലമുറ ഇങ്ങനെയാണ്. ഈ ഭൂമിയുടെ ഭാവി എന്താണ്? നമ്മുടെ സംസ്കാരത്തിന്റെ ഭാവി എന്താണ്? അതിനിയും ബോഡിലി ആകുവാൻ പോവുകയാണ്. ബോഡിലി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മെറ്റീരിയലിസ്റ്റിക് ആകുമെന്നാണ്. മെറ്റീരിയലിസ്റ്റിക് ആകുമെന്ന് പറഞ്ഞാൽ അനിമലിസ്റ്റിക്. അതിനർത്ഥം ബാഹ്യമായ കാര്യങ്ങൾ മാത്രമേ നിൽക്കൂ എന്നാണ്. ഈ ഒരു സാധനം മാത്രമേ ഉപയോഗിക്കുവാൻ കിട്ടൂ. അത് നല്ല കാര്യമാണ്. ഇനി കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. ഇതൊരു ഭയപ്പെടുത്തുന്ന സംഗതിയാണ്. നമുക്കത് മനസ്സിലാകുന്നില്ല. നിങ്ങൾ അങ്ങനത്തെ ചുറ്റുപാടുകളാണ് ഉണ്ടാക്കുന്നത്. ജീവികളും അതുപോലെ തന്നെ ആയിരിക്കും. മരത്തിൽ ഇലകൾ മുകളിലാണെങ്കിൽ ജിറാഫിന്റെ കഴുത്ത് നീളമുള്ളതാകും. പരിസ്ഥിതി മനുഷ്യനെ തന്നെ മാറ്റിക്കളയും. ഇത് മാനസികമായി മാത്രമല്ല, ശാരീരികമായി കൂടി. നമ്മളിത് കേട്ടിട്ടുണ്ടാവും, വിതച്ചതേ കൊയ്യൂ. നിങ്ങൾ കുടിക്കുന്ന ജലം പോലെ തന്നെയായിരിക്കും നിങ്ങളുടെ സംസാരവും. ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. പരമാവധി നമ്മൾ ഇത്ര മാത്രമേ പറയുന്നുള്ളൂ, നമ്മൾ വിതയ്ക്കുന്നതേ നമ്മൾ കൊയ്യൂ, മാനസികമായി. പക്ഷെ അതുമാത്രമല്ല, ശാരീരികമായി നമ്മുടെ ശരീരവും അതുപോലെയാവും. ഈ DNA-യിൽ വരെ വ്യത്യാസം വരും. ഒരൊറ്റ തലമുറയിൽ അത്ര വ്യത്യാസം വരില്ല. പക്ഷേ ഒരുപാട് തലമുറകൾ കഴിയുമ്പോൾ ഈ നിങ്ങളുടെ ജനറ്റിക് മെറ്റീരിയൽ ഉണ്ടല്ലോ, അതുവരെ മാറും. നിങ്ങളുടെ എൻവയോൺമെന്റിൽ, നിങ്ങളുടെ പരിസ്ഥിതിയിൽ മാറ്റം വരുമ്പോൾ ഇനി എന്ത് ചെയ്യും? അതുകൊണ്ടാണ് നിങ്ങളുടെ ചുറ്റുപാട് എങ്ങനെയാണോ അത് ഒരുപാട് ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് പറയുന്നത്. നമ്മൾ ഉണ്ടാക്കുന്ന ഈ മുഴുവൻ ചുറ്റുപാടും അത് ആളുകളെ സെക്ഷുവലി ചാർജ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഉണ്ടാക്കുന്നത്. സെക്ഷുവലി ചാർജ് ചെയ്യുന്നത് നമുക്ക് സെക്സ് ചെയ്യുവാൻ വേണ്ടിയിട്ടല്ല. മാർക്കറ്റുകളിൽ പോകുമ്പോൾ അവരുണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഫുള്ളി എൻവയോൺമെന്റ് അത് നമുക്ക് മനസ്സിലായേക്കില്ല. പക്ഷേ അത് മുഴുവൻ ലിമിനൻലി സെക്ഷുവലി ചാർജ്ഡ് ആയിരിക്കും. മാർക്കറ്റ് നിങ്ങളോട് സെക്സ് ചെയ്യുമെന്നല്ല, കാരണം നിങ്ങളുടെ സെക്ഷുവൽ സെന്റർ ആക്റ്റീവായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ചിന്താശേഷി തന്നെ കുറയും. ഇനി നിങ്ങൾ തോന്നും പോലെ ഏറ്റവും വില കൊടുത്ത് മാർക്കറ്റിലെ സാധനങ്ങൾ വാങ്ങിച്ചു നോക്കും. ലോകത്തിലെ എല്ലാ മാർക്കറ്റുകളിലും, അത് പൊളിറ്റിക്കലായിക്കോട്ടെ, മതമായിക്കോട്ടെ, കൊമേഴ്ഷ്യലായിക്കോട്ടെ, എല്ലാറ്റിലും എല്ലാം നിങ്ങളുടെ സെക്ഷുവൽ സെന്റർ ആക്ടിവേറ്റ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. എല്ലാം തന്നെ. മതത്തിന്റെ കാര്യത്തിലും എന്തുകൊണ്ടാണ് അപ്സരസുകളെപ്പറ്റിയും ഹൂറികളെപ്പറ്റിയും കഥകൾ ഉണ്ടാകുന്നത്? പറയൂ. മതപരമായ മേഖലകളിലും പ്രതീകങ്ങളുള്ളത് പറയൂ. അവ ഇത്ര ആകർഷകമാകുന്നത് എന്തുകൊണ്ടാണ്? ശാരീരിക രൂപത്തിൽ നിങ്ങൾ പറയൂ. അവർ മുഴുവനും യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ചില സാധനങ്ങൾ വിൽക്കുവാൻ ആഗ്രഹിക്കുന്നു. സാധനങ്ങൾ വിൽക്കണമെങ്കിൽ വലിയ എളുപ്പമാകുന്നത് നിങ്ങളുടെ സെക്ഷുവൽ സെന്റർ ആക്ടിവേറ്റ് ചെയ്യുമ്പോഴാണ്. നോക്കൂ, അവർ അവരുടെ സാധനങ്ങൾ വിറ്റുകഴിഞ്ഞു. നമുക്കറിയാം, ചുറ്റുപാടുകൾ എങ്ങനെയാണോ അങ്ങനെയാണ്. മനസ്സ് മാത്രമല്ല, ശരീരവും അങ്ങനെയാകും. അവർ സാധനം വിറ്റുകഴിഞ്ഞു. പക്ഷെ നിങ്ങളുടെ ഉള്ളിലും മാറ്റം വന്നിരിക്കുന്നു. ആ മനുഷ്യൻ ഇത്രയും മാത്രമാണ് ചെയ്തത്. തൻ്റെ 2 കോടിയുടെ സാധനം വിൽക്കുന്നതിനായി നിങ്ങളെ സെക്ഷുവലി ആക്ടിവേറ്റ് ചെയ്തു. പക്ഷെ അതിൻ്റെ പരിണാമം വളരെ വലുതായിരുന്നു. നിങ്ങളെ വേറൊരു വ്യക്തി തന്നെ ആക്കിയിരിക്കുന്നു. നിങ്ങൾ മറ്റൊരാളായി തന്നെ മാറി. ഒരു വശത്ത് ഞാൻ പറയാം, സ്ത്രീകളെ, നിങ്ങൾ സ്പോർട്സിൽ ഇനിയും മുന്നോട്ട് വരണം, തീർച്ചയായും. പക്ഷേ മറുവശത്ത് ഞാൻ ആഗ്രഹിക്കുന്നത്, ടെന്നീസ് പോലെയുള്ള കളികളിൽ പുരുഷന്മാർ ഷോർട്സ് ധരിച്ച് കളിക്കുകയാണെങ്കിൽ സ്ത്രീകൾക്കും എന്തുകൊണ്ട് ഷോർട്സ് ധരിച്ച് കളിച്ചുകൂടാ? എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ തീർച്ചയായും ആഗ്രഹിക്കുന്നു സ്ത്രീകൾ ടെന്നീസ് കളിക്കണമെന്ന്. നിങ്ങൾക്കും അറിയാം, ഞാൻ കായിക കലയെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെന്ന്. പക്ഷേ എനിക്ക് മനസ്സിലാകുന്നില്ല സ്ത്രീകൾക്ക് എന്തുകൊണ്ടാണ് ഷോർട്സ് ധരിച്ച് കളിച്ചുകൂടാ എന്ന്. ഞാനിത് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നിങ്ങളൊരു അട്രാക്റ്റീവായ വനിതാ പ്ലെയറുടെ പേര് സെർച്ച് ചെയ്ത് നോക്കൂ. പേരെഴുതി പിക്സ് എന്ന്, അല്ലെങ്കിൽ പിക്സ് വേണ്ട, ജസ്റ്റ് പേരെഴുതി ഗൂഗിൾ സെർച്ചിൽ ഇമേജ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നത് മുഴുവനും അവരുടെ സെക്ഷുവൽ ആയിട്ടുള്ള പിക്ചേഴ്സ് ആയിരിക്കും. നിങ്ങൾക്ക് അവർ ചെയ്യുന്ന സർവീസ് എങ്ങനെയാണെന്നോ, അല്ലെങ്കിൽ അവരുടെ കോണ്ടാക്ട് പോയിന്റ് എന്താണ്,
അതൊന്നും കിട്ടില്ല. നിങ്ങൾക്ക് ലഭിക്കുന്ന പടം അവർ കുനിയുമ്പോൾ അവരുടെ ശരീരം കാണുന്ന തരത്തിലുള്ള ഏതെങ്കിലും പോസ് ആയിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരു പടമായിരിക്കും. ഈ വക കാര്യങ്ങളെല്ലാം മാർക്കറ്റിന് വളരെ സന്തോഷമാണ്. ഈ കായിക താരത്തെ മോഡലാക്കിക്കൊണ്ട് കുറേ അധികം സാധനങ്ങൾ വിൽക്കുവാനാകും. ഇവിടെ എത്ര തന്നെ നല്ല കായിക താരങ്ങൾ ഉണ്ടായിരുന്നാലും ഇവിടെ അവരുടെ വസ്ത്രം അഴിപ്പിക്കുവാൻ ഒരു വിപണിയുണ്ട്. ഒരു തവണ അവരുടെ വസ്ത്രം അഴിച്ചാൽ പിന്നെ സാധനങ്ങൾ വിറ്റുപോകും. അങ്ങനെ വസ്ത്രം അഴിച്ചില്ല, എല്ലാ ഉപഭോക്താക്കളുടെയും സെക്ഷൽ സെന്റർ ആക്ടിവേറ്റ് ആക്കുന്നു, സാധനം നന്നായി വിറ്റഴിക്കുന്നു. ആരെയാണോ ഭ്രാന്തനാക്കേണ്ടത്, ആരെയാണോ വിഡ്ഢിയാക്കേണ്ടത്, അവന്റെ ഉള്ളിൽ മോഹമുണർത്തണം. ആരുടെ ഉള്ളിലാണോ മോഹമുണർന്നത് അവൻ വിഡ്ഢിയായി കഴിഞ്ഞു. ആരുടെയും തലയിൽ തോക്ക് ചൂണ്ടി അവനെ കൊള്ളയടിക്കേണ്ട ആവശ്യമില്ല. സെക്ഷുവലി സ്റ്റിമുലേറ്റ് ചെയ്താൽ മതി, അവൻ സ്വയം കൊള്ളയടിക്കും. ഇതാണ് മാർക്കറ്റ് നമ്മളോട് ചെയ്യുന്നത്. സെക്ഷുവൽ സ്റ്റിമുലേഷൻ തരുന്നു, അപ്പോൾ നമ്മൾ കൂടുതൽ കൂടുതൽ വാങ്ങുന്നു. മതവും നമ്മളോട് ഇത് തന്നെയാണ് ചെയ്യുന്നത്. പൊളിറ്റിക്സും നമ്മളോട് ഇത് തന്നെയാണ് ചെയ്യുന്നത്. തികച്ചും ഒരു കഴിവുമില്ലാത്ത ഏതെങ്കിലും നടിമാർ വന്നാൽ അവരെ തെരഞ്ഞെടുപ്പിന് നിർത്തും. അവർ ജയിക്കുകയും ചെയ്യും. നമുക്ക് വളരെ നന്നായിട്ടറിയാം അവർക്കൊരു യോഗ്യതയുമില്ലെന്ന്. അവർക്ക് എന്തുകൊണ്ട് വോട്ട് കിട്ടുന്നു? നടിമാരെ രംഗത്തിറക്കാത്തിടത്ത് പോലും അവരെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെങ്കിലും വിന്യസിച്ചിരിക്കും. അതൊരു നടനുമാകാം. കാരണം സ്ത്രീകൾ വോട്ട് ചെയ്യാനെത്തുമ്പോൾ അവർ കാണുന്നത് വളരെ കരുത്തുറ്റ ശരീരവും ഉഗ്രൻ ശരീരവുമുള്ള നടനെയാണ്. അവർ പോയി വോട്ട് ചെയ്തു വരും. ബുദ്ധി ഉപയോഗിക്കുവാൻ സാധിക്കാത്തപ്പോൾ സെക്സ് വിറ്റഴിയും. പക്ഷേ നിങ്ങൾക്ക് സെക്സ് നൽകിയാൽ നിങ്ങൾ ആ സാധനം വാങ്ങുമെന്നത് മാത്രമല്ല കാര്യം ഇതിലാണ്. നിങ്ങൾക്ക് ആ സെക്സ് നൽകി നിങ്ങളെ മാറ്റി എന്നതിലാണ്. മറ്റൊരാളായി തന്നെ കഴിഞ്ഞിരിക്കുന്നു. 12 വയസ്സിൽ പീരീഡ്സ് ഉണ്ടായ ഒരു പെൺകുട്ടിക്ക് 8 വയസ്സിൽ തന്നെ അത് സംഭവിക്കുന്നു. നമ്മൾ പറഞ്ഞു വച്ചിട്ടുള്ള ഒരു കാര്യമുണ്ടല്ലോ, അതായത് സർ, ഫ്രീഡം വേണം. നിങ്ങൾക്കിതറിയാമോ? നമ്മൾ ആർക്കാണോ ഫ്രീഡം കൊടുത്തത് അവർക്ക് ആ ഫ്രീഡം എങ്ങനെ യൂസ് ചെയ്യണമെന്ന് ഗൈഡൻസ് കൊടുത്തിട്ടുണ്ടോ? ഫ്രീഡം വളരെ നല്ല കാര്യമാണ്, ഉചിതമായ കാര്യമാണ്. പക്ഷേ ഫ്രീഡം എങ്ങനെ ഉപയോഗിക്കണമെന്ന് ആദ്യം അത് പഠിപ്പിക്കേണ്ടതുണ്ട്. നമ്മളെ ആരും പഠിപ്പിച്ചിട്ടില്ല ഫ്രീഡം എങ്ങനെ ഉപയോഗിക്കണമെന്ന്. നമുക്ക് ഫ്രീഡം കിട്ടിയിരിക്കുന്നു. ആ ഫ്രീഡത്തിന് നമുക്കൊരർത്ഥമേ ഉള്ളൂ: ദ ഫ്രീഡം ടു അബ്യൂസ് അവർ സെൽഫ്സ് ആൻഡ് അതേഴ്സ്. ഇത് മാത്രമാണ് നമ്മുടെ ഫ്രീഡം. ആളുകൾ പറയുന്നത് ടീനേജ് പ്രഗ്നൻസി ഒരു പ്രശ്നമാവുന്നുണ്ടെന്ന്. ടീനേജ് പ്രഗ്നൻസി എന്ന പ്രശ്നത്തിന് ചെറിയൊരു ലക്ഷണമുണ്ട്. അവർ യഥാർത്ഥത്തിൽ പ്രഗ്നന്റ് ആയാലും ഇല്ലെങ്കിലും അവരുടെ തലയിൽ ഇത് തന്നെ ആയിരിക്കും. അവർക്ക് ശരിയായി ഒരു ഭാഷയിലെ വാചകം പോലും എഴുതുവാനാവില്ല. നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ്. അവർ അവരുടെ ശരീരം എങ്ങനെ കൊണ്ടു നടക്കും? പാഡ്സ് എങ്ങനെ ഉപയോഗിക്കും? അവർ പോയി എന്തെങ്കിലും കളികൾ കളിക്കുമോ? ഇതാണോ സമയം? ഉദാഹരണത്തിന്, കുട്ടികൾ നല്ല അത്ലറ്റ്സായും കായിക താരങ്ങളായും നീന്തൽക്കാരായും ഒക്കെ മാറേണ്ട സമയം. നിങ്ങൾ 8 വയസ്സുള്ള പെൺകുട്ടിയെ പീരീഡ്സിലേക്ക് തള്ളിവിടുന്നു. അവൾ ജിംനാസ്റ്റിക്സ് പഠിക്കുമോ? അവൾ സ്വിമ്മിംഗ് ചെയ്യുമോ? എങ്ങനെ? അവളുടെ സെക്ഷൽ സെന്റർ ഇത്ര പെട്ടെന്ന് ആക്ടിവേറ്റ് ചെയ്യപ്പെട്ടാൽ അവൾ എത്ര നാൾ സെക്ഷൽ റിലേഷൻഷിപ്പ് ഉണ്ടാക്കുന്നതിൽ നിന്ന് സ്വയം മാറി നിൽക്കും? അവൾക്ക് പിന്നീട് ജീവിത ലക്ഷ്യം തന്നെ അതായി മാറും. എത്രയും പെട്ടെന്ന് ബോയ് ഫ്രണ്ടിനെ ഉണ്ടാക്കുക. ബോയ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ സെക്ഷൽ ആക്ടിവിറ്റി, വേറൊന്നുമല്ല. ബോയ് ഫ്രണ്ട് ആകുന്നു, അതിനുശേഷം എത്രയും പെട്ടെന്ന് വിവാഹം. ഇതിൽ എവിടെയാണ് കല, സാഹിത്യം, വിജ്ഞാനം? ഇതൊക്കെ വളരെ പിന്നിലുള്ള കാര്യങ്ങളാകുന്നു. നിങ്ങളുടെ ചുറ്റുമുള്ള ലോകത്തെ സൂക്ഷിച്ചു നോക്കിയാൽ മനസ്സിലാകും, ഇവിടെയെല്ലാം സെക്ഷുവലാണ്. മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ സെക്ഷുവൽ, ഇല്ലിറ്ററേറ്റ് എന്ന് പറഞ്ഞാൽ സെക്ഷുവാലിറ്റി, അനിമലിസ്റ്റിക് എന്ന് വെച്ചാൽ സെക്ഷുവാലിറ്റി. ശാരീരികമായുള്ളതെല്ലാം തന്നെ സെക്ഷുവലാണ്. കാരണം ശരീരത്തിന് ഒരാവശ്യമേ ഉള്ളൂ: ഞാൻ മുന്നോട്ട് പോകണം. എന്നെ കഴിഞ്ഞാൽ എൻ്റെ തലമുറ മുന്നോട്ട് പോകണം. ഇതല്ലാതെ മറ്റൊന്നും തന്നെയില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ കുട്ടികളെ ജനിപ്പിച്ചു കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മരിക്കുവാനുള്ള സമയമായിക്കൊണ്ടിരിക്കും. ഇതെന്തുകൊണ്ടാണ്? കൂടിപ്പോയാൽ നിങ്ങൾക്ക് 45 വയസ്സ് വരെ കുട്ടികളെ ഉണ്ടാക്കുവാൻ സാധിക്കും, ശരിയല്ലേ?
45 വയസ്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മരിക്കുവാനുള്ള സമയമാകുന്നു. പ്രകൃതി നിങ്ങളെ പതുക്കെ പതുക്കെ വിൽറ്റ് ഡൗൺ ചെയ്യുവാൻ തുടങ്ങുന്നു, നിങ്ങളെ ഉണക്കുവാൻ തുടങ്ങുന്നു. എന്തുകൊണ്ട്? നിങ്ങൾ ശാരീരികമായി ഏറ്റവും ശക്തരായിരിക്കുന്ന സമയത്ത്, നിങ്ങൾ ഏറ്റവും നല്ല ബലവാനായിരിക്കുന്ന സമയത്ത്, ആ സമയം പ്രകൃതി പറയുന്നത് കുട്ടികളെ ജനിപ്പിക്കുവാനാണ്. കുട്ടികളെ ജനിപ്പിക്കുവാൻ വേണ്ടി നിങ്ങൾ ശാരീരിക ക്ഷമതയുള്ളവരായിരിക്കും. പക്ഷേ നിങ്ങളുടെ പക്കൽ ജ്ഞാനം വരുവാൻ തുടങ്ങുമ്പോൾ, നിങ്ങൾ എന്തെങ്കിലും പഠിക്കുവാൻ തുടങ്ങുമ്പോൾ, പ്രകൃതി നിങ്ങളുടെ ശരീരത്തെ വീഴ്ത്തുവാൻ ആരംഭിക്കുന്നു. 45 വരെ കുട്ടികളെ ജനിപ്പിക്കുവാൻ കഴിയും. നിങ്ങൾ ശക്തരായിരിക്കുക. 45 കഴിഞ്ഞാൽ നിങ്ങൾ വയസ്സുവാ, നിങ്ങൾ മരിച്ചോളൂ. മിക്കവാറുമുള്ള ക്യാൻസറുകളെല്ലാം 45 വയസ്സിന് ശേഷമാണ് ഉണ്ടാകുന്നത്. ഹേർട്ട് ഡിസീസ് 45-ന് ശേഷമാണ്. ഏജിങ്ങും 45-ന് ശേഷമാണ്. ബാക്കി വിടൂ. എന്തുകൊണ്ട്? പ്രകൃതി പറയുന്നു കുട്ടികളെ ജനിപ്പിച്ചില്ലേ, ഇനി നിങ്ങൾ യൂസ്ലെസ് ആണെന്ന്, മരിക്കൂ. പ്രകൃതി പറയുന്നു കുട്ടികളെ ഉണ്ടാക്കുന്നത് വരെ ഞാൻ നിങ്ങളെ ശക്തരാക്കി നിർത്തി. 45 കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾ ഉണ്ടാകില്ല, അപ്പോൾ നിങ്ങൾ മരിച്ചോളൂ. നിങ്ങളെ കൊല്ലുന്നത് തന്നെ നിങ്ങൾക്ക് കുട്ടികളെ ഉണ്ടാക്കുവാൻ സാധിക്കാത്തത് കൊണ്ടാണ്. ഇതാണ് പ്രകൃതിയുടെ കളി. കുട്ടികളെ ജനിപ്പിക്കുവാൻ കഴിയാത്തവരെയൊക്കെ കൊന്നുകളഞ്ഞേക്കൂ. പുരുഷന്മാരിൽ ഉദാഹരണത്തിന് ടെസ്റ്റോസ്റ്റിറോൺ ഉണ്ടല്ലോ, കുട്ടികളെ ജനിപ്പിക്കുവാൻ ആവശ്യമുള്ളത്. അത് ശരീരത്തിന്റെ പല പല പ്രവർത്തനങ്ങൾക്കും വളരെ ആവശ്യമാണ്. അതിന് കാമവുമായി ഒരു ബന്ധവുമില്ല. ശരീരത്തിൽ ടെസ്റ്റോസ്റ്റിറോണിന്റെ അളവ് കുറയുമ്പോൾ നിങ്ങൾക്ക് മറ്റു പല അസുഖങ്ങളും ഉണ്ടാകുവാൻ തുടങ്ങും. പ്രകൃതി പറയുന്നത് ഇനി നിനക്ക് സെക്സ് ചെയ്യുവാൻ സാധിക്കില്ലല്ലോ, അപ്പോൾ നീ അസുഖക്കാരനാകൂ, എന്നിട്ട് മരിക്കുമെന്ന്. കാരണം നീ അഥവാ ജീവിച്ചിരുന്നാൽ നീ റിസോഴ്സസ് ഉപയോഗിക്കും. അത് മറ്റേതെങ്കിലും യുവാക്കളായിട്ടുള്ള വ്യക്തികൾക്ക് ഉപയോഗപ്പെടും. പ്രായമായ ഒരാൾ ജീവിച്ചിരുന്നാൽ അയാൾ ഭക്ഷണം കഴിക്കും. അയാൾ എന്തിനു കഴിക്കണം? ആ ആഹാരം ആർക്ക് ലഭിക്കണം? എന്തെങ്കിലും യുവാക്കൾക്ക് ലഭിക്കേണ്ടതില്ലേ? സോ ദെയർ ഷുഡ് ബി നോ കോമ്പറ്റീഷൻ ഫോർ റിസോഴ്സസ്. അഥവാ ഇനി റിസോഴ്സസിന് വേണ്ടി കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ ആ കോമ്പറ്റീഷൻ ആര് ജയിക്കണം? ആർക്കാണോ പ്രഗ്നന്റ് ആകുവാൻ പറ്റുന്നത് അവർ ജയിക്കണം. വയസ്സാ നീ മരിക്കൂ, നിനക്ക് ഭക്ഷണം കിട്ടേണ്ട ആവശ്യമില്ല. ഇതാണ് പ്രകൃതിയുടെ നിയമം. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ എന്തുകൊണ്ടാണ് മരിക്കുന്നതെന്ന്? കാരണം ഈ ഭൂമിയിലുള്ള റിസോഴ്സസ് എല്ലാം ഏതെങ്കിലും യുവാക്കൾക്ക് ലഭിക്കുവാൻ വേണ്ടി. യുവത്വം എന്ന് പറഞ്ഞാൽ ഇത് തന്നെ, സെക്സ്. നമുക്ക് പ്രകൃതിയുടെ ഈ കളി മനസ്സിലാകുന്നത് വരെ നമുക്ക് തോന്നും ഈ കളി നല്ല രസമുള്ള കാര്യമാണെന്ന്. നമ്മൾ ഈ കളിയിൽപ്പെട്ട് നശിച്ചുകൊണ്ടേയിരിക്കും. ഈ കളി മൃഗങ്ങൾക്കുള്ളതാണ്. അവരെ ഈ കളി കളിക്കുവാൻ അനുവദിക്കൂ. ഇത് മനുഷ്യർക്കുള്ള കളിയല്ല. മനുഷ്യർ ഉണ്ടായിരിക്കുന്നത് ഇതിനു വേണ്ടിയിട്ടല്ല. ഈ ഭോഗിക്കുക ഈ കളിയിൽ ഏർപ്പെട്ട് കുട്ടികളെ ഉണ്ടാക്കും. ഈ കളിക്ക് വേണ്ടിയല്ല നിങ്ങൾ ജന്മമെടുത്തിരിക്കുന്നത്. മൃഗങ്ങളെ ചെയ്യാൻ അനുവദിക്കൂ ഈ ജോലി. എനിക്ക് കുട്ടികളെ ജനിപ്പിക്കുക എന്ന തത്വത്തോട് യാതൊരു പ്രശ്നവുമില്ല. എനിക്ക് എതിർപ്പുള്ളത് കുട്ടികളെ ജനിപ്പിക്കുന്നത് ജീവന്റെ കേന്ദ്രമാക്കി മാറ്റുന്നതിനോടാണ്. ആ കാര്യം ആകസ്മികമായിരിക്കാം, അത് അതീന്ദ്രിയമായിരിക്കാം, ആ കാര്യം ജീവിതത്തിന്റെ ഒരു ചെറിയ ഭാഗമായിരിക്കാം. ജീവിതത്തിന്റെ കേന്ദ്രമാകുവാൻ കഴിയില്ല. പ്രകൃതി ആഗ്രഹിക്കുന്നത് ആ കാര്യം ജീവന്റെ കേന്ദ്രമായിരിക്കുവാനാണ്. വിപണിയും അതുതന്നെയാണ് ചെയ്യുന്നത്. മുയലുകളെ കാണുന്നില്ലേ? നിങ്ങൾ പറഞ്ഞു 8 വയസ്സുള്ള പെൺകുട്ടികളിൽ പീരീഡ് സ്റ്റാർട്ട് ചെയ്യുന്നുവെന്ന്. മുയലുകൾ ജനിച്ച് 3-4 മാസത്തിനകം കുട്ടികളെ ജനിപ്പിക്കുവാൻ തുടങ്ങുന്നു. ഇത്രയും സെക്ഷൽ ആക്ടിവിറ്റി നടന്നാൽ നമ്മുടെ ഇവിടെയും ഇത് നടക്കും. 3-4 വയസ്സുള്ള കുട്ടികൾ കുഞ്ഞുങ്ങളെ പ്രസവിക്കുവാൻ തുടങ്ങും. മുയലുകൾ ജനിക്കുന്നില്ലേ? ജനിച്ച് 3-4 മാസത്തിൽ തന്നെ അത് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുവാൻ തുടങ്ങുന്നു. മനുഷ്യനും ഇത് തന്നെ ചെയ്യും. നമ്മുടെ വിദ്യാഭ്യാസ വ്യവസ്ഥിതിയിലും വളർത്തുന്നതിലും ചുറ്റുപാടിലും നമ്മൾ ആരാണെന്നും മനുഷ്യജന്മത്തിന്റെ ഉദ്ദേശം എന്താണെന്നും മനസ്സിലാക്കുന്നതുവരെ നിങ്ങൾ ഈ കാണുന്നതൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കും. ഇതിന്റെ പരിണിത ഫലം ഇതായിരിക്കും. മനുഷ്യൻ കൂടുതൽ കൂടുതൽ മൃഗങ്ങളെപ്പോലെ ആയിത്തീരും. ആചാര്യജി, പേരൻസിനോട് ഇത് സംസാരിക്കുമ്പോൾ അവരത് മനസ്സിലാക്കാൻ പോലും തയ്യാറാവുന്നില്ല. അവർ കാരണമാണ് പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നതെന്ന് അവർക്ക് തോന്നുന്നത് നമ്മൾ മേക്കപ്പ് പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്നത് കൊണ്ട് അവർക്ക് എങ്ങനെയാണ് പ്യൂബേർട്ടി ഉണ്ടാകുന്നതെന്നാണ്. ഇല്ല, അതുകൂടാതെ ഓൺലൈൻ മേക്കപ്പ് കിറ്റ്സ് വരുന്നുണ്ട്. കിഡ്സ് മേക്കപ്പിന് വേണ്ടി അതും വാങ്ങിക്കൊടുക്കുന്നു. നോക്കൂ,
എനിക്കിതിനെപ്പറ്റി 2 മണിക്കൂറോളം സംസാരിക്കുവാനാകും. ഇതേപോലെയുള്ള ഓരോ പ്രൊഡക്റ്റുകളും അതിൻ്റെ ഉള്ളിൽ സെക്ഷുവൽ സിഗ്നൽസ് വയ്ക്കുന്നുണ്ട്. ഓരോരോ പ്രോഡക്റ്റുകൾ. നിങ്ങളുടെ കാറുണ്ടല്ലോ, ആ കാറിനുള്ള കർവേച്ചർ ഉണ്ടല്ലോ, അത് മോഡൽ ചെയ്യുന്നത് ഫീമെയിൽ ബോഡീസിനെ അധിഷ്ഠിതമാക്കിയാണ്. നിങ്ങൾക്കത് മനസ്സിലാകുക കൂടിയില്ല. നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഒരു കാറിൻ്റെ ഡിസൈൻ ഇത്ര ഇഷ്ടപ്പെടുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകില്ല. ആരാണോ അത് ഡിസൈൻ ചെയ്തത് അവർ വളരെ മിടുക്കരാണ്. അവർക്ക് സൈക്കോളജിയെപ്പറ്റി നല്ല അറിവുണ്ട്. ആ കാർ വാങ്ങുമ്പോൾ നിങ്ങളുടെ സെക്ഷുവാലിറ്റി എറോസ് ചെയ്യപ്പെടുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ ആ കാർ വാങ്ങിക്കുന്നത്. അതുകൊണ്ടാണ് എക്സൈറ്റഡ് ആകുന്നത്. ഓരോരോ സാധനങ്ങളും ഇതിൻ്റെ ആധാരത്തിലാണ് വിൽക്കപ്പെടുന്നത്. അതായത് നിങ്ങൾക്കത് സെക്ഷുവലി ഇഷ്ടപ്പെടണം. ഈ വിഷയം ഗൗരവമായി ചിന്തിക്കുവാൻ കഴിയുന്നവർക്ക് ഇത് മനസ്സിലാക്കുവാൻ സാധിക്കും. ബാക്കിയുള്ളവർക്ക് ഇത് വളരെ മോശമായി തോന്നിയേക്കാം. കാരണം എന്തും വിൽക്കുവാനുള്ള ഏറ്റവും നല്ല വഴി, ഞാനിത് സ്വയം ആവർത്തിക്കുകയാണ്, ആ സാധനം നിങ്ങളുടെ സെക്ഷുവാലിറ്റിയെ അപ്പീൽ ചെയ്യുക എന്നതാണ്. വിപണിയും വിൽപ്പന ചരക്കുകളും വലിയ ആപൽക്കരമായ സാധനങ്ങളാണ്. ഏതെങ്കിലും വ്യക്തിക്ക് തൻ്റെ ജീവിതാഭിലാഷം വെറും പൈസ സമ്പാദിക്കലായി മാത്രം തോന്നുമ്പോൾ അയാൾ തൻ്റെ സാധനം വിൽക്കുന്നതിനായി എന്തു വേണമെങ്കിലും ചെയ്യും. നമ്മൾ ഏതറ്റം വരെ സെക്സ് കൊണ്ട് നിറഞ്ഞതാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഓരോ മനുഷ്യനും ഫ്രോയിഡിനെ വായിക്കേണ്ടതുണ്ട്. പിന്നീട് അദ്ദേഹത്തിൻ്റെ പല പ്രസ്താവനകളും പരിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട്. ചിലതൊക്കെ മിക്കവാറും തെറ്റാണെന്നും പ്രൂവ് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ തന്നെ. എന്നിരുന്നാലും അദ്ദേഹം നൽകിയ ആ ബ്രേക്ക് ത്രൂ ഫ്രെയിംവർക്ക്, അതിൻ്റെ മഹത്വം എന്നും നിലനിൽക്കും. അദ്ദേഹം പറഞ്ഞത് നിങ്ങളുടെ മൈൻഡ് എപ്പോഴും സെക്സ് നിറഞ്ഞതാണെന്നാണ്. ഫ്രോയിഡിൻ്റെ മെയിൻ പോയിന്റ് ഇതായിരുന്നു, നിങ്ങളുടെ മനസ്സിൽ മുഴുവൻ സെക്സ് തന്നെയാണെന്ന്. നിങ്ങൾ നല്ല വ്യക്തിയാകുവാൻ ശ്രമിക്കുകയാണ്, അതുകൊണ്ടാണ് നിങ്ങൾ സമ്മതിക്കാത്തത്. നിങ്ങളുടെ മനസ്സിൽ നിറയെ സെക്സ് ആണെന്നുള്ളത്, അല്ലെങ്കിൽ സെക്സ് മാത്രമാണുള്ളതെന്ന്. അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ എന്തൊക്കെ സ്വപ്നം കാണുന്നു അത് മുഴുവനും അവയുടെ ഉള്ളിൽ സെക്ഷുവൽ സിഗ്നൽസ് വയ്ക്കുന്നുണ്ടെന്ന്. വേറെ ഒന്നും തന്നെയില്ല. പിന്നീട് എങ്ങ് തുടങ്ങിയവർ അദ്ദേഹത്തിൻ്റെ ഈ പ്രസ്താവന അല്പം പരിഷ്കരിച്ച് പറഞ്ഞു. ഉദാഹരണത്തിന്, ഇല്ല, ഇത് സെക്സ് മാത്രമല്ല, മറ്റർത്ഥങ്ങളുള്ള പല കൾച്ചറൽ കാര്യങ്ങളും ഉണ്ടെന്ന്. ഫ്രോയിഡിൻ്റെ ഈ പ്രസ്താവനകൾ എപ്പോഴും നമ്മുടെ ഉള്ളിൽ വളരെ അദ്വിതീയമായിരിക്കും. ഇതിനു മുൻപ് മനുഷ്യൻ ഇത് അംഗീകരിക്കുക പോലും ഇല്ലായിരുന്നു. ഉള്ളിൽ ഒരു മൃഗം ഇരിപ്പുണ്ടെന്ന്. പ്രകൃതിയാൽ നയിക്കപ്പെടുന്ന സെക്സ് മാത്രം ആഗ്രഹിക്കുന്ന ഒരാൾ. ചെറുപ്പമായതുകൊണ്ടല്ല, പ്രായമാകുമ്പോൾ പോലും അയാൾ ധർമ്മത്തിൻ്റെ പേരിൽ സെക്സ് ആഗ്രഹിക്കുന്നു. കാരണം നമ്മൾ ആ കാട്ടിലെ മൃഗങ്ങൾ തന്നെയല്ലേ. കാട്ടിലെ മൃഗങ്ങൾ ജീവിതത്തിൽ വേറെന്താണ് ആഗ്രഹിക്കുന്നത്? ഭക്ഷണം, സുരക്ഷ, പിന്നെ സെക്സ്. ഇതല്ലാതെ അവർ മറ്റെന്തെങ്കിലും ആഗ്രഹിക്കുമോ? ഭക്ഷണം എന്തിനാണെന്ന് വെച്ചാൽ ചലിക്കാൻ, സുരക്ഷ രക്ഷപ്പെടുവാൻ, സെക്സ് കൂട്ടിക്കൊണ്ടേയിരിക്കുവാൻ. നമ്മളും 90% കാട്ടിലെ മൃഗങ്ങൾ തന്നെയാണ്. നമുക്കും ഇത് തന്നെയാണ് വേണ്ടത്. സുരക്ഷിതമായി ജീവിച്ചുകൊണ്ടിരിക്കണം. എന്തുകൊണ്ട്? ശരീരം കൊണ്ട്. അതുതന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. കൂടുതൽ കാട്ടുവാസികളായിക്കൊണ്ടിരിക്കുകയാണ്. ഉത്തരം ഇതാണ്, ആത്മജ്ഞാനം. ഉത്തരം ഇതാണ്, ലൈഫ് എഡ്യൂക്കേഷൻ. നിങ്ങൾ വിപണിയെ മനസ്സിലാക്കുവാൻ ശ്രമിക്കൂ. അവർ എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നതെന്ന്. ഒരു ചെറിയ കാര്യം പറയാം. വളരെ നിസ്സാരമായ കാര്യമാണ്, ഇത് മനസ്സിലാക്കൂ. സ്ത്രീകളോടൊപ്പം പിങ്ക് നിറം ചേർത്ത് വച്ചിരിക്കുന്നു. ഇത് വിപണി ചെയ്ത കാര്യമാണ്. ഇത് മാർക്കറ്റ് ചെയ്ത കാര്യമാണ്. ഇതാദ്യമുണ്ടായിരുന്നില്ല. ഈ കഴിഞ്ഞ 10-20 വർഷത്തിലുണ്ടായതാണ്. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം എന്താണെന്ന് വെച്ചാൽ, ക്ലൈമറ്റ് ചേഞ്ചും 1850 ശേഷമുള്ള കാര്യമാണ്. നമ്മൾ പറയുന്ന പ്രീ ഇൻഡസ്ട്രിയൽ ppm കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് 1850 അത് 280 ആയിരുന്നു.
ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന കാര്യത്തിലും 1850 മുതലാണ് ഞങ്ങൾ ആ പിങ്ക് നിറത്തെ സ്ത്രീകളുമായി ബന്ധിപ്പിച്ചതെന്ന് ഞാൻ പറഞ്ഞു. വളരെ മര്യാദയില്ലാത്ത കാര്യമാണ്. പക്ഷേ നിങ്ങൾക്കറിയാമോ, ഈ പിങ്ക് നിറം എവിടെ നിന്നാണ് വന്നതെന്ന്? സ്ത്രീകളുടെ അവയവങ്ങളുടെ നിറത്തിൽ നിന്നാണ്. സ്ത്രീകളുടെ ശരീരഭാഗങ്ങളുടെ നിറമാണ്. പിങ്ക് അല്ലേ? ഇത് കവിളിന്റെ നിറമല്ല, ലിംഗത്തിന്റെ നിറമാണ്. സ്ത്രീകളെ പിങ്ക് പിങ്ക് എന്ന് പറഞ്ഞ് പരോക്ഷമായി പുരുഷന്മാരുടെ സെക്ഷ്വാലിറ്റിയെ മിണ്ടാതെ ആക്ടിവേറ്റ് ചെയ്യുകയാണ്. കാരണം പുരുഷന്മാർക്കറിയാം പിങ്ക് എന്താണെന്ന്. ഭാരതത്തിലെ സ്ത്രീകളുടെ കവിളുകൾ ചുവന്നതല്ലല്ലോ. ഇവിടെ കൂടുതലും കറുത്ത നിറമുള്ളവരാണ്. ആരെങ്കിലുമൊക്കെ വെളുത്ത നിറമുള്ളവരുമുണ്ടാകും. അപ്പോൾ പിങ്ക് എന്താണ്? നമ്മൾ ചിന്തിച്ചതുപോലുമില്ല. നമ്മൾ കുട്ടികൾക്ക് പേര് വരെ പിങ്കി എന്ന് വച്ചിരിക്കുന്നു. യോന സാഹിത്യത്തിൽ പിങ്കി എന്ന് പറഞ്ഞാൽ അർത്ഥം യോനി എന്നാണ്. ബേബി ഫോട്ടോഷൂട്ട്സ് നടക്കുമ്പോൾ പോലും ആചാര്യജി അതിലും പെൺകുഞ്ഞുങ്ങൾക്ക് മുഴുവൻ പിങ്ക് കളറായിരിക്കും. മുഴുവൻ പിങ്ക് നിറമായിരിക്കും. ശരിക്കും അവർക്ക് അവരും മനസ്സിലാകുന്നത് അത് പോലുമില്ല മനസ്സിലാക്കുന്നേ ഇതെന്താണെന്ന്. ഇല്ല. നമുക്ക് മനസ്സിലാകുന്നത് പോലുമില്ല 2 വയസ്സുള്ള കുഞ്ഞുങ്ങളെ എന്തുകൊണ്ടാണ് ബലാത്സംഗം ചെയ്യുന്നതെന്ന്. നമ്മൾ മുഴുവനും പിങ്ക് പിങ്കായി കാണുമ്പോൾ പുരുഷന്മാരുടെ കാമം ഉണരില്ലേ? അവർക്ക് മനസ്സിലാകുക പോലുമില്ല എന്തുകൊണ്ടാണ് അവരുടെ കാമം ഉണരുന്നതെന്ന്. പക്ഷേ മാർക്കറ്റ് ഇത് ചെയ്തു കഴിഞ്ഞു. ഞാൻ പറയുന്നില്ല ഇത് മാത്രമാണ് കാരണമെന്ന്. 10 കാരണങ്ങളിൽ ഒരു കാരണം ഇതുമാണ്. ഇതിന് 20-40 വർഷങ്ങൾക്ക് മുൻപ് നമ്മൾ ചെറുതായിരുന്നപ്പോൾ പെൺകുഞ്ഞുങ്ങളെ പിങ്ക് പിങ്ക് ആക്കുകയില്ലായിരുന്നു. ഇത് ശരിക്കും പിങ്ക് നിറത്തിലെ ഏഞ്ചലിനെ പോലെ. ഇപ്പോൾ ഞാൻ എവിടെയോ കണ്ടു നമ്മുടെ ചെറുപ്പത്തിലുണ്ടായിരുന്ന ഫോട്ടോ. നിൽക്ക്, ഞാനിപ്പോൾ കാണിച്ചു തരാം. എടുത്തോളൂ, ക്യാമറയിൽ എടുത്തോളൂ. ഇന്ന് കുഞ്ഞുങ്ങൾ ജനിച്ചാൽ അവരുടെ ഫോട്ടോഗ്രാഫി ദാ ഇങ്ങനെ ഇരിക്കും. അതെ സാർ, അങ്ങനെ തന്നെയാ. ആ, ഇത് ശരിക്കും നോക്ക്. ഇതിലുള്ള രസം മനസ്സിലാകും. ശരിയായി കാണുന്നില്ലേ? ഇതിൽ നിങ്ങൾക്ക് എന്ത് നിറമാണ് കാണുവാൻ കഴിയുന്നത്? അത് പിങ്ക്. കാണുന്നുണ്ടോ? ഈ കുഞ്ഞിനെ ഇതിനെ എന്ത് ചെയ്തിരിക്കുന്നു? ഈ കുഞ്ഞിനെ വരെ സെക്ഷുവലൈസ് ചെയ്തിരിക്കുന്നു. ഈ കാര്യം കുറെ ആളുകൾ സമ്മതിച്ചു തരില്ല. കാരണം ഇത് കേൾക്കുമ്പോൾ മോശപ്പെട്ട കാര്യമായി തോന്നിയേക്കാം. ഈ കുഞ്ഞിനെ വരെ സെക്ഷുവലൈസ് ചെയ്തിരിക്കുന്നു. അതെ സാർ. എന്നാൽ ഇത് നോക്ക്, നമ്മൾ ചെറുതായിരുന്നപ്പോൾ നമ്മുടെ ഫോട്ടോഗ്രാഫി എങ്ങനെയായിരുന്നു? ദാ ഇതുപോലെ. ദാ ഇങ്ങനെ തന്നെയായിരുന്നു. കാണുന്നുണ്ടോ? ശരി, ഇത് തന്നെ ചിരിക്കാനുണ്ടാകും. പക്ഷേ നമ്മളെ സെക്ഷുവലൈസ് അതെ, ചെയ്യുകയുണ്ടായില്ല. ഇതിന് എക്സ്പ്ലനേഷൻ ഒന്നുമില്ല. ആ, നമ്മളെ സെക്ഷുവലൈസ് ചെയ്യുകയുണ്ടായില്ല. ഒരുപാട് വലിയൊരു കറുത്ത നിറത്തിലുള്ള പൊട്ട്, കഴുത്തിൽ എന്തെങ്കിലുമൊക്കെ കെട്ടിയിട്ടുണ്ടാകും, കൺമഷി പുരട്ടിയിട്ടുണ്ടാകും. പക്ഷേ ഇത് ചെയ്തില്ല. സെക്ഷൽ ഒബ്ജക്റ്റ് ആക്കി മാറ്റിയില്ല. ഇപ്പോൾ ബേബിയെ പോലും സെക്ഷൽ ഒബ്ജക്റ്റ് ആക്കി മാറ്റിയിരിക്കുന്നു. അതെ, അവിടുന്ന് തന്നെ തുടങ്ങുന്നു സാർ. ബേബിയെ സെക്ഷൽ ഒബ്ജക്റ്റ് ആക്കി മാറ്റും. എന്നിട്ട് നമ്മുടെ സെക്ഷൽ ഒബ്ജക്റ്റിനെ ബേബി എന്ന് വിളിക്കുന്നു. ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ? നിങ്ങളുടെ ആ പഴയ ഒബ്ജക്റ്റിനെ നിങ്ങൾ ബേബി എന്ന് വിളിക്കുന്നു. അത് തന്നെയല്ലേ? ഇനി ഒരു രസമുള്ള കാര്യം പറയാം. ഒരു 2 പ്രാവശ്യം ഇവിടെ ഈ ചുമരിന് മുന്നിലിരുന്ന് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ആ, ഇപ്പോൾ ഞങ്ങൾ പുറത്താണ്. ഇവിടെ ഇല്ല. ഇവിടെയാണ് ഈ ചുമര്. ഒരുപാട് ആളുകൾ കമ്മ്യൂണിറ്റിയിൽ വന്ന് പറഞ്ഞു, ആചാര്യജി ഇന്ന് നിങ്ങളെ കാണുവാൻ വളരെ നന്നായിരിക്കുന്നുവെന്ന്. അതിന് കാരണം ഈ ചുമരാണ്. കാണുന്നില്ലേ ഈ നിറം ഏതാണെന്ന്? അത് ഞാൻ തന്നെയാണ്. പഴയ ഹിപ്പോ. ഈ ചുമര് പക്ഷേ പുതിയതാണ്. പിങ്കാണ്. തീർത്തും ചുമന്നതാണ് ആചാര്യജി. രണ്ട് സഹോദരികളുണ്ടായിരുന്നു. ഒന്ന് പിങ്കി, മറ്റേത് ബബ്ലി. ബബ്ലിയുടെ അർത്ഥം എന്താണെന്നറിയാമോ? കള്ളിനെയാണ് ബബ്ലി എന്ന് പറയുന്നത്. കാരണം അതിൽ ബബിൾസ് ഉണ്ടാകുന്നതുകൊണ്ട്. ഇത് നമ്മുടെ മാതാപിതാക്കളാണ് ഈ പേര് വയ്ക്കുന്നത്, പിങ്കിയും ബബ്ലിയും. ബബ്ലി എന്ന് പറഞ്ഞാൽ കള്ള്. എല്ലാവർക്കും ആശ്ചര്യം ഇതാണ്.
എന്തുകൊണ്ടാണ് ഇത്രയും ബലാത്സംഗം നടക്കുന്നത്? കാരണം നിങ്ങളുടെ മുഴുവൻ കൾച്ചർ തന്നെ സെക്ഷുവലാണ്. അതുകൊണ്ടാണ് കൂടുന്നത്. നിങ്ങളുടെ കൾച്ചറിൻ്റെ ഓരോരോ എലമെൻസും സെക്ഷുവലാണ്. എന്തുകൊണ്ട്? ലൈഫ് എഡ്യൂക്കേഷൻ ഇല്ലാത്തതുകൊണ്ട്. വിസ്ഡം ലിറ്ററേച്ചറുമായി നിങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല. ജ്ഞാനത്തിന് നിങ്ങൾ തമാശയുടെ രൂപം നൽകിയിരിക്കുന്നു. ആത്മജ്ഞാനത്തിന്, സെൽഫ് നോളജിന് അഥവാ ആരും തന്നെ സ്പിരിച്വൽ അല്ലെങ്കിൽ അപ്പോൾ നമ്മൾ ഇത് പറയില്ല, സ്പിരിച്വൽ അല്ല, നോർമലാണെന്ന്. സ്പിരിച്വൽ അല്ലാത്ത ഒരാളുടെ പക്കൽ സെക്ഷുവൽ ആയിരിക്കുക അല്ലാതെ വേറെ ഒരു മാർഗവുമില്ല. ഒന്നുകിൽ നിങ്ങൾ ആത്മീയതയിലായിരിക്കും, അല്ലെങ്കിൽ പ്രാകൃതമായിരിക്കും. ഈ രണ്ട് കാര്യങ്ങൾക്കേ സാധിക്കൂ. ഒന്നുകിൽ ആത്മീയത അല്ലെങ്കിൽ സ്വാഭാവികത. ആധ്യാത്മികം എന്ന് പറഞ്ഞാൽ വൈസ്, പ്രാകൃതം എന്ന് പറഞ്ഞാൽ സെക്ഷുവൽ. നിങ്ങൾ വൈസ് അല്ലെങ്കിൽ നിങ്ങൾ സെക്ഷുവൽ ആയിരിക്കും. ഇതിനിടയിൽ വേറെ ഒരു വഴിയുമില്ല. ഏതൊരു വ്യക്തിയും ഒന്നുകിൽ ആത്മീയനായിരിക്കും അല്ലെങ്കിൽ പ്രാകൃതനായിരിക്കും. ആത്മീയനാണെങ്കിൽ വയസ്സായിരിക്കും, പ്രാകൃതനാണെങ്കിൽ സെക്ഷലുമായിരിക്കും. ആ സെക്ഷുവാലിറ്റി 90-ാം വയസ്സ് വരെ നിലനിൽക്കും, അവസാന ശ്വാസം വരെ നിലനിൽക്കും. മുത്തശ്ശി അയ്യോ അയ്യോ പറയും, അതേ പേരക്കുട്ടിയുടെ മുഖം കണ്ടിട്ടേ മരിക്കുള്ളൂ എന്ന്. നിങ്ങൾക്ക് കാണാനാവുന്നില്ലേ ഇതെന്താണെന്ന്? ഇതും ഒരു തരം സെക്ഷുവാലിറ്റി തന്നെയാണ്. മുത്തശ്ശിയുടെ ഉള്ളിൽ നിന്ന് പ്രകൃതി കരയുകയാണ്, സെക്സ് സെക്സ് സെക്സ്. മുത്തശ്ശിക്ക് സ്വയം ചെയ്യാൻ കഴിയില്ല, അതുകൊണ്ട് പറയുന്നു മറ്റാരെങ്കിലും ചെയ്യാൻ. മുത്തശ്ശിക്ക് സ്വയം ചെയ്യാനാവാത്തത് കൊണ്ട് തൻ്റെ മകനെ കൊണ്ട് ചെയ്യാൻ ഇറങ്ങിയിരിക്കുകയാണ്. വികാരിയസ് സെക്സ്, സെക്കൻഡ് ഹാൻഡഡ് സെക്സ്. അച്ഛൻ എത്ര വലിയ ഉത്കണ്ഠയാണ് തൻ്റെ മകൾ എവിടെ പോയി സെക്സ് ചെയ്യുന്നുവെന്ന്. ഇത് വേറെന്താണ്? മകളുടെ സെക്ഷുവാലിറ്റിയെ കൺട്രോൾ ചെയ്യുവാനുള്ള ശ്രമം. ഈ സൊസൈറ്റി മൊറാലിറ്റിയുടെ നിയമം ഉണ്ടാക്കിയിരിക്കുന്നത് അച്ഛന് മകളോട് ഡയറക്റ്റ് സെക്സ് ചെയ്യുവാനാകില്ല. അച്ഛൻ പറയുന്നു, എനിക്ക് ഡയറക്റ്റ് നിന്നോട് സെക്സ് ചെയ്യുവാൻ പറ്റില്ല, പക്ഷേ ആര് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും. ഇത് കേൾക്കുമ്പോൾ നിങ്ങളിൽ ഒരുപാട് പേർക്ക് വളരെ മോശമായി തോന്നിയേക്കാം. ചീ എന്ന് പറയാം, ദുരാചാരമാണെന്ന് പറയാം. എന്റെ ജോലി നിങ്ങളെ സന്തോഷിപ്പിക്കുകയല്ല, സത്യം പറയുക എന്നതാണ്. നിങ്ങൾക്കത് തെറ്റായി തോന്നുന്നെങ്കിൽ തോന്നിക്കോട്ടെ. ഞാൻ എന്റർടൈൻമെന്റ് ചെയ്യുവാൻ വേണ്ടിയല്ല വന്നിരിക്കുന്നത്, നിങ്ങളെ സന്തോഷിപ്പിക്കുവാനല്ല. എനിക്ക് നിങ്ങളെ സന്തോഷിപ്പിച്ചിട്ടൊന്നും നേടുവാനുമില്ല. എന്നോടുള്ള ബഹുമാനവും നിങ്ങളുടെ പക്കൽ തന്നെ ഇരിക്കട്ടെ. എന്നെ ചീത്ത പറയണമെങ്കിൽ അതുമായിക്കോളൂ, പക്ഷെ പറയേണ്ടത് ഞാൻ എന്തായാലും പറയും. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഏത് ബന്ധങ്ങളിലാണ് നിങ്ങൾക്ക് സ്വയം സെക്സ് ചെയ്യാൻ പറ്റാത്തത്? അവരുടെ സെക്ഷുവൽ ബിഹേവിയർ ഇനി കൺട്രോൾ ചെയ്യുവാൻ നിങ്ങൾക്ക് എന്തൊരു ഉത്സാഹമാണ്. ബാക്കിയെല്ലാം വിട്ടോളൂ. നമ്മൾ നമ്മുടെ ദൈവങ്ങളുടെ പോലും സെക്ഷുവൽ ബിഹേവിയർ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഇവിടെയുള്ള കഥകളൊക്കെ പിന്നെന്താണ്? വളരെയധികം ഋഗ്വേദത്തിലുള്ള ദേവതകളുണ്ട്. ഋഗ്വേദത്തിൽ അവർക്ക് കൺസോർട്ട് ഇല്ലാത്തത്. കൺസോർട്ട് എന്ന് പറഞ്ഞാൽ അവരുടെ പങ്കാളി, അവരുടെ കാമുകി, അവരുടെ ഭാര്യ, അവരുടെ പ്രേമിക. നിങ്ങൾ പോയി ഋഗ്വേദത്തിൽ നോക്കിയാൽ അവർക്കൊരു കാമുകിയും ഉണ്ടാവില്ല. ഇനി മുന്നോട്ട് പോയി പുരാണങ്ങളിലേക്ക് വന്നാൽ അവരുടെ കൂടെ തീർച്ചയായും ഒരു ഭാര്യ നിൽക്കുന്നുണ്ടാകും. നമ്മൾ പറയുന്നത്, ഇയാൾ എന്തുകൊണ്ടാണ് ഒറ്റയ്ക്കാകുന്നത്? അടുത്ത് ആരെങ്കിലും ഇരുത്തേണ്ടതുണ്ട്. ഇയാൾ എന്തുകൊണ്ടാണ് ഒറ്റയ്ക്കായിപ്പോയത്? പിന്നീട് സന്യാസി ശ്രേഷ്ഠന്മാർ ഇങ്ങനെ പാടി, മായാ മഹാവഞ്ചകയാണെന്ന് നമുക്കറിയാം. അവൾ കേശവന്റെ വീട്ടിൽ കമലയും ശിവന്റെ വീട്ടിൽ ഭവാനിയുമായി. കാരണം ശിവൻ ഋഗ്വേദത്തിന് മുൻപ് ഹാരപ്പ മോഹൻജിദാരോ സംസ്കാരത്തിലേക്ക് പോവുകയാണെങ്കിൽ പശുപതിയെ അവിടെയും കാണുവാനാകും. പക്ഷേ അദ്ദേഹത്തിന് അവിടെ പത്നിയില്ല, അവിടെയും ഋഗ്വേദകാലത്തും. പക്ഷേ മുന്നോട്ട് വരുമ്പോൾ ഓരോ സ്ഥലത്തും ഒരു പങ്കാളിയെ കൂടെ നിർത്തിയിട്ടുണ്ട്. നമ്മൾ നമ്മുടെ ഇഷ്ടപ്രകാരം ഭഗവാന്മാരെയും ദേവന്മാരെയും ദേവതമാരെയും ഒക്കെ സെക്ഷുവലൈസ് ചെയ്തിരിക്കുന്നു. ഇല്ല, ഇവർക്കും ഒരു സെക്ഷൽ പാർട്ട്ണർ ആവശ്യമില്ലേ? അതുകൊണ്ടാണ് സന്യാസി ശ്രേഷ്ഠന്മാർ ചിരിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞത്, മായ മഹാസൂത്രശാലിയാണെന്ന് നമുക്കറിയാം. കേശവന്റെ ഗൃഹത്തിൽ കമലയായും ശിവന്റെ ഭവനത്തിൽ ഭവാനിയായും അവൾ ഇരിക്കുന്നു എന്ന്. ഞാനൊരു വലിയ പ്രശ്നം നേരിടുന്നു. ഞാൻ ലോകം മുഴുവനും ഗീത പരത്തുവാൻ ആഗ്രഹിക്കുന്നു.
പക്ഷേ ഏത് ആളുകളാണോ ഗീതയിൽ നിന്നും രക്ഷപ്പെടുവാൻ ആഗ്രഹിക്കുന്നത് അവരുടെ പക്കൽ ഒരുപാട് തർക്കങ്ങളും ഉണ്ടാകും. അതിലൊരു തർക്കം ഇതാണ്: ഈ കൃഷ്ണൻ ആരാണ്? നമ്മൾ ഇയാളുടെ വാക്കുകൾ എന്തിനു കേൾക്കണം? എന്ത് ജ്ഞാനമാണ് കൃഷ്ണന്റെ വാക്കുകളിലുള്ളത്? പറയുന്നത് ഇയാൾ സ്വയം ഒരു പ്ലേ ബോയ് ആയിരുന്നു, ഇയാൾ സ്വയം കാസനോവ ആയിരുന്നു എന്നൊക്കെ, അവൻ ഗോപികമാരുമായി രാസലീല നടത്തിയെന്നൊക്കെ. ഞങ്ങൾ കൃഷ്ണന്റെ വാക്കുകൾ ഞാൻ അവരോട് പറയുന്നത്: ഒരു തവണ ഗീത വായിക്കുവാൻ ശ്രമിക്കൂ. അവർ വായിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം കൃഷ്ണന്റെ മുഴുവൻ ചരിത്രം തന്നെ നമ്മൾ സെക്ഷലൈസ് ചെയ്തു വച്ചിരിക്കുകയാണ്. വസ്തുത എന്താണെന്ന് വെച്ചാൽ, ഭഗവത്ഗീത ക്രിസ്തുവിന് 600, 800, 1000 വർഷങ്ങൾക്ക് മുൻപാണ്. ക്രിസ്തുവിനും 600, 800 വർഷമെങ്കിലും മുൻപാണ് ഭഗവത്ഗീത. ഭഗവത് പുരാണം ക്രിസ്തുവിന് 800 വർഷം ശേഷമുള്ളതാണ്. ഗീതയും ഭഗവത് പുരാണവും തമ്മിൽ 1500 വർഷത്തിൻ്റെ വ്യത്യാസമുണ്ട്. ഗീതയ്ക്ക് ശേഷം 1000, 1500 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ കഥകൾ എഴുതിയിരിക്കുന്നത്. പക്ഷേ ഈ കഥകൾ കാരണം ആളുകളെ കൊണ്ട് ഗീത വായിപ്പിക്കുന്നത് എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കുകയാണ്. ആളുകൾ വലിയ രീതിയിൽ തർക്കിച്ച് പറയും, ഞങ്ങൾക്ക് ഗീത വായിക്കുകയേ വേണ്ട. പ്രത്യേകിച്ച് ആത്മീയതയെ മനഃപൂർവ്വം ഒഴിവാക്കുന്നവർ. അവർക്ക് ഗീത വായിക്കാതിരിക്കുവാൻ ഒരു കാരണം ലഭിച്ചിരിക്കുകയാണ്. അവർ പറയുന്നതോ, കൃഷ്ണൻ സ്ത്രീകളുടെ വസ്ത്രം ഒളിപ്പിച്ചിരുന്നവനല്ലേ? ഏതു നേരവും അയാൾ ഗോപസ്ത്രീകളുമായി ആരോ എന്നോട് ചോദിക്കേണ്ടായി. ഞാൻ അയാൾക്ക് ഉചിതമായ ഉത്തരവ് നൽകി. പക്ഷേ ഈ ചോദ്യം എത്ര കുഴപ്പിക്കുന്നതാണ്. അവർ പറഞ്ഞു, ഈ കൃഷ്ണന് ഗോപികമാരോട് ഇത്രയും സ്നേഹമുണ്ടായിരുന്നുവെങ്കിൽ ഈ ഗീതാജ്ഞാനം അദ്ദേഹം അർജുനന് എന്തുകൊണ്ട് നൽകി, ആദ്യം ഗോപികമാർക്ക് എന്തുകൊണ്ട് നൽകിയില്ല എന്ന്. ഗോപികമാരുമായി രാസലീല ചെയ്യേണ്ട ആവശ്യം എന്തായിരുന്നു? ഗീതയുടെ ജ്ഞാനം പഠിപ്പിക്കാമായിരുന്നില്ലേ എന്ന്. അപ്പോൾ അദ്ദേഹം ഗോപികമാരോട് ചെയ്ത കർമ്മം ഒരു സ്ത്രീയോട് പുരുഷൻ ചെയ്യുന്ന കർമ്മമാണ്. എന്നിട്ട് ഗീത അർജുനെ പഠിപ്പിച്ചു. ഈ തർക്കുത്തരമാണ് ഗീതയുടെ വഴിയിൽ വിഘ്നമായി നിലകൊള്ളുന്നത്. ഗോപികമാരെ എന്തുകൊണ്ട് കൃഷ്ണൻ ഗീത പഠിപ്പിച്ചില്ല? ഗോപികമാരെ ഈ പറയുന്നത് അവർ വളരെ ശക്തമായി തന്നെ അവർ ചോദിക്കുന്നത്, എന്താ ഗോപികമാരെ കണ്ടപ്പോൾ കൃഷ്ണൻ ഗീത മറന്നുപോയോ എന്ന്, രാസലീല ചെയ്യണമെന്ന് മാത്രമേ ഓർമ്മ വന്നുള്ളൂ എന്ന്. അങ്ങനെയുള്ള കൃഷ്ണനെ എന്തിന് കേൾക്കണമെന്ന്. വേറെയും കാര്യങ്ങളിൽ അവർ തർക്കിക്കും. ഉദാഹരണത്തിന് ഒരു തർക്കം ഇതാണ്. ചിലർ പറഞ്ഞു, ബുദ്ധൻ പറഞ്ഞത് ശത്രുക്കളോട് പോലും യുദ്ധം ചെയ്യരുത്. കൃഷ്ണൻ അർജുനനോട് പറയുന്നത് മിത്രത്തിനോടും യുദ്ധം ചെയ്യും. നമ്മൾ ബുദ്ധനെയല്ലേ അപ്പോൾ കേൾക്കേണ്ടത്? കൃഷ്ണനെ എന്തിന് കേൾക്കണമെന്ന്. ഞാൻ അവരോട് പറയുന്നത്, ഞാൻ എത്രയാണോ കൃഷ്ണനെ ബഹുമാനിക്കുന്നത് അത്ര തന്നെ ബുദ്ധനെയും ബഹുമാനിക്കുന്നുണ്ട്. ഞാൻ ഗീത വായിക്കുന്നതിനോടൊപ്പം തന്നെ ബുദ്ധദർശനവും വായിക്കുന്നുണ്ട്. പക്ഷേ ഇക്കാര്യങ്ങൾ ചെവിക്കൊള്ളാതിരിക്കുവാൻ അവർക്ക് ലഭിച്ചിരിക്കുന്ന കാരണം, നമ്മൾ നമ്മുടെ ദൈവങ്ങളെ വരെ സെക്ഷുവലൈസ് ചെയ്തിരിക്കുന്നു. ലൈഫ് എഡ്യൂക്കേഷൻ ഓഫ് ദി സെൽഫ് നോളജ്. വേറെ ഒരു വഴിയുമില്ല. ഇത് നമ്മുടെ സംസ്കാരത്തിൽ, നമ്മുടെ ശിക്ഷ വ്യവസ്ഥയിലേക്ക് വരാത്തിടത്തോളം കാലം വലിയ പ്രശ്നമായി തന്നെ തുടരും. മാത്രമല്ല, ഗുരുതരമായ പ്രത്യാഘാതങ്ങളും നേരിടേണ്ടി വരും.